ഒരുപാട് ട്രോമയുണ്ട് നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള പല സ്പർശനങ്ങളും കിടപ്പുണ്ട്. അത് ചെറുപ്പത്തിൽ പലവരും നമ്മളെ വേണ്ടാത്ത രീതിയിൽ സ്പർശിച്ചിട്ടുണ്ടാവും. ആ വേണ്ടാത്ത രീതിയിൽ സ്പർശിച്ചിട്ടുള്ളതെല്ലാം നമ്മുടെ ശരീരത്തിൽ മെമ്മറി ആയിട്ട് കിടപ്പുണ്ട്. ഇതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും തോന്നിയ സ്പർശിക്കാനുള്ളതല്ല. നമ്മൾ അവയർനെസ്സിൽ വേണം സ്പർശനം നടത്താൻ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ തൊടുമ്പോൾ അറിഞ്ഞുകൊണ്ട് വേണം. ആ കാര്യം വളരെ വ്യക്തമായിരിക്കണം. നമ്മളെ അറിയാതെ ആരും നമ്മളെ തുടരുത്. നമ്മൾ എന്തെടുക്കുമ്പോഴും, ഒരു പാത്രം എടുക്കുമ്പോഴും അറിഞ്ഞുകൊണ്ടേ എടുക്കാവുള്ളൂ. അങ്ങനെ അറിയാതെ ബോധമില്ലാണ്ട് എടുക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലേ? പലവരും കറിയിൽ തേയിലൊക്കെ ഇടുന്ന കാര്യങ്ങൾ ഇവിടെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ശരീരത്തെ പലവരും തൊട്ടുപോയി. ശരീരത്തെ തൊട്ടത് വൃത്തിയാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മല്ലി ഇടുന്നതിന് പകരം തേയില ഇട്ടത്. ശ്രദ്ധിക്കണം. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. ഈ ടച്ചാണ് ഇതിൻ്റെ കാരണം. ശരീരത്തിൻ്റെ നിയന്ത്രണത്തിലോട്ട് പോവുകയും. അതുകൊണ്ട് ശരീരം വൃത്തിയാക്കി എടുക്കണം. ശരീരം വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ കാൽപാദം ഭൂമിയിൽ സ്പർശിക്കുന്നത് തെളിഞ്ഞു വരണം. കാൽപാദം ഒരു മഹാത്ഭുതമാണ്. കാൽപാദം എന്ന് പറയുന്ന ഒരു വിസ്മയമാണ്. ആ കാൽപാദം ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ അവിടെ ഉണരുമ്പോൾ ഈ ശരീരത്തിലുള്ളത് കാൽപാദം തൊട്ട്, അല്ലേ? കാൽപാദം തൊട്ടാണ് നമ്മുടെ വൃത്തി വരുന്നത്. അല്ലാതെ എങ്ങനെയാണ് വൃത്തി വരുന്നത്? ഇത് ഭയങ്കര ഭാഗ്യമാണ്. ഒരു വ്യക്തി കാൽപാദം ഭൂമിയിൽ പതിയുമ്പോൾ കിട്ടുന്ന അറിവെന്ന് പറയുന്നത് നമ്മുടെ ഐശ്വര്യമാണ്. നമ്മുടെ ഐശ്വര്യമാണ് കാൽപാദം ഭൂമിയിൽ പതിയുമ്പോൾ. ആരാണ് കാലയിൽ ചെരുപ്പെടുത്തിടുന്നത്? അവനവനോട് ഇഷ്ടമില്ലാത്തവർ കാലയിൽ ചെരുപ്പെടുത്തിടും. നമ്മൾ ശരിയാവുമോ? ചെരുപ്പെടുത്തിട്ടാൽ നമ്മൾ ശരിയാവുമോ? ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ല. ശരിയാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് കാലയിൽ ചെരുപ്പിടുന്നത്. ശരിയായിട്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല, മനസ്സിലായി? അതിനാണ് കാലയിൽ ചെരുപ്പെടുത്തിടുന്നത്. ഒരിക്കലും ശരിയാകത്തില്ല. പിടികിട്ടിയ? മനസ്സിലായ പ്രശ്നങ്ങൾ എങ്ങനെയാണ് വരണമെന്ന്? കാരണം കുട്ടിത്വം നഷ്ടപ്പെട്ടു പോവുകയാണ്. കാലിൽ ചെരുപ്പിട്ടപ്പോൾ ഉറപ്പായി കുട്ടിത്വം നഷ്ടപ്പോയി. വാർദ്ധക്യം വന്നു കഴിഞ്ഞു, അല്ലേ? വാർദ്ധക്യം വന്നു കഴിഞ്ഞു. അപകടം.